മൂന്നാമത്തെ ഹിജറ നിർവഹിച്ച ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന് അവരുടെ അടിസ്ഥാന ദൗത്യം നിർവഹിക്കുന്നതിൽ അവരെ സജ്ജരാക്കി. എന്താണ് ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം? ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം ആരാധനകളല്ല. ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനത്വം ദിക്റുകളല്ല. ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം ദാനധർമ്മങ്ങളല്ല. ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം നിർവഹിക്കാൻ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കണം. അടിസ്ഥാന ദൗത്യങ്ങൾ ഈ ഉമ്മത്തിനുണ്ട്. ആ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യങ്ങളിൽ ഒന്ന് ബല്ലിഗ് ബിമാ ഉൻസില ഇലൈക വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഈ ആദർശവും ആശയവും നിനക്ക് നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിൽ മാത്രമുള്ളതല്ല, നിന്റെ അയൽപക്കത്തും നീ ജീവിക്കുന്ന നാട്ടിലും നീ ജീവിക്കുന്ന സംസ്ഥാനത്തും പ്രദേശത്തും ദേശത്തുമെല്ലാം ആ നിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ ഉമ്മത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ വസിയത്തിൽ പറഞ്ഞത് എന്താണ്? ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തി. ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഈ ഉമ്മത്തിനെ സജ്ജമാക്കി. കാരണം സജ്ജമാക്കിയ വ്യവസ്ഥ ഉണ്ടാക്കി. ആ വ്യവസ്ഥയിൽ എന്താണ് ഈ സമൂഹം ചെയ്യേണ്ടത്? അവരുടെ ദൗത്യം നിർണയിച്ചു, ദൗത്യം കൃത്യപ്പെടുത്തി. ഒന്ന് ദഅവത്താണ്, രണ്ടാമത്തെ ഇസ്ലാഹാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. മുസ്ലിം ഉമ്മത്തിലുള്ള പരസ്പരം അവരുടെ ആഭ്യന്തരമായ ജീർണതകളുണ്ട്, വിശ്വാസ ദൗർബല്യങ്ങളുണ്ട്. ഇതിനെ സംസ്കരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അവരെ തർബിയത്തും തസ്കിയത്തും നിർവഹിക്കുക. വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. നാലാമത്തെ ദൗത്യം എന്താണ്? അതുപോലെ ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ അവരെ പ്രാപ്തമാക്കുക. 5-8 ദൗത്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. അതിപ്പോ വിശദീകരിക്കാനുള്ള സമയമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കലാണ് ഉമ്മത്തിന്റെ ബാധ്യത എന്ന് ഉമ്മത്തിന് കൃത്യമായി ദൗത്യം നിർവഹിച്ചതിന് പ്രാപ്തരാക്കി എന്നതാണ്. നാലാമത്തെ എന്താണ്? മനോഹരമായൊരു നാഗരികത, മുനവ്വറ, പ്രകാശിതമായ നാഗരികത. ലോകത്ത് ഇന്നും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യർ ഉൾപ്പുളകത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന, മാതൃകയാക്കണമെന്ന് വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും ആഹ്വാനം ചെയ്ത മനോഹരമായൊരു നാഗരികതയുടെ നിർമ്മാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ആ നാഗരികതയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ധാരാളമുണ്ട്. ഒന്ന്, അതിന്റെ അടിസ്ഥാനം തൗഹീദാണ്. അതുപോലെ നീതിയാണ്, സാമൂഹ്യ നീതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമത്വമാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ ആ സമൂഹത്തിൽ ജീവിക്കുന്ന അടിസ്ഥാന വിഭാഗം ജനങ്ങൾ മുതൽ പ്രമാണിമാരായ എല്ലാവരെയും ഒരേ സ്വഫിൽ, ഒരേ രീതിയിൽ, ഒരേ ആദർശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരായി ഒരു ബറ്റാലിയനാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യപ്പെടുത്തി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ നേതാവാണ്, സയ്യിദാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ സയ്യിദാണ്, നമ്മുടെ സയ്യിദിനെ മോചിപ്പിച്ച നേതാവാണ്. രണ്ടാമത്തെ സയ്യിദ് ആരാണ്? സയ്യിദ് ബിലാൽ റളിയല്ലാഹു അൻഹു. നമ്മുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ച നേതാവാണ്. സിദ്ദീഖുൽ അക്ബർ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് കൊടുക്കുന്ന കാടിയിൽ കൈയിട്ട് കിട്ടുന്ന മറ്റ് അത്താഴമായി ഭക്ഷിച്ച ബിലാൽ ഇബ്നു റബാഹിനെ സയ്യിദാക്കി, നേതാവാക്കി മാറ്റിയ ഒരു ആദർശമാണ് സമത്വം, ഇക്വാലിറ്റി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമത്വത്തിലും സാഹോദര്യത്തിലും നീതിയിലും അടിസ്ഥാനമായ ഒരു നാഗരികതക്ക് രൂപം നൽകി. മാനവികത, മനുഷ്യത്വം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കരുണ, നീതി, ദയ, ഈ മൂല്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാഗരികതയുടെ നിർമ്മാണം നടത്തിയത്. ലോകത്തിനെല്ലാം ഈ നാഗരികത ഒരു ഗുണപാഠമാണ്.